6 മണി മുതൽ ഞാൻ അവനോട് പറഞ്ഞ പോയി മണ്ണെണ്ണ വാങ്ങിച്ചോണ്ടിരാൻ കേട്ടില്ല. ഇപ്പഴേ വിളിച്ചോണ്ട് കയറി വന്നിരിക്കുന്നു. കട അടച്ചും പോയെന്ന് പറഞ്ഞ്. ഇവനൊക്കെ എന്ത് ചെയ്യുമെന്ന് പറ. കടകളൊന്നും അടയ്ക്കാറായില്ലല്ലോ. അയ്യോ അടച്ചമ്മേ, ആദ്യം എനിക്കും സംശയം ഉണ്ടായിരുന്നു. ഞാൻ പോയി നോക്കി. ഇന്നെന്താന്നറിയില്ല, നേരത്തെ എല്ലാ കടകളും അടച്ചു. ജോലിന്ന് പിരിച്ചു വിട്ടോ? പിരിച്ചു വിട്ടതൊന്നുമല്ല, യൂണിയൻ പ്രശ്നം. അത് കഴിഞ്ഞ് അവിടെ തന്നെ പ്രൊമോഷനോടെ പെർമനന്റ് ആയിട്ട് കിട്ടും. അങ്ങനെയല്ലല്ലോ കേട്ടത്. അതെ, കേട്ടത് വേറെ തരത്തിലായിരിക്കും. പക്ഷെ ഞാൻ പറയുന്ന സത്യം. ഇവിടെ വേറെ ജോലി കിട്ടാൻ പ്രയാസമൊന്നുമില്ലല്ലോ. പക്ഷെ ഞാൻ ഈ മണ്ണെണ്ണ പ്രശ്നത്തില് ഞാൻ ഈ കൂട്ടാൻ വെക്കാനുള്ള കായ്കറികളൊക്കെ അരിഞ്ഞു വെച്ചപ്പോഴാ ഈ മണ്ണെണ്ണ സംഭവം ഉണ്ടായത്. ഇത്രയും വളച്ചേട്ടൻ എന്തിനാ? മണ്ണെണ്ണ വേണം, അത്രയല്ലേ ഉള്ളൂ. നിനക്ക് മനസ്സിലായെങ്കിൽ അതങ്ങ് എടുത്തു കൊടുത്തുകൂടെ? അത് തന്നെ. വേറെ ജോലി വല്ലതും നോക്കുന്നുണ്ടോ? എവിടെ നോക്കാൻ? അയ്യോ നോക്കുന്നുണ്ട്. ഞാൻ ഈ ബികോം ഫസ്റ്റ് ക്ലാസ് ആണല്ലോ. എംകോം ഫസ്റ്റ് ക്ലാസ്സുകാരെ ഒരുവിടെ തെണ്ടി നടക്കുക. അത് തന്നെ. പക്ഷെ അത് പിന്നെ അത് എംകോം ഫസ്റ്റ് ക്ലാസ് അല്ലേ, ഇത് ബികോം അല്ലേ. അതിപ്പോ അങ്ങനെയാണല്ലോ. അതെ. കടയടച്ചൊന്നും ആയിരിക്കില്ല. അത് നിനക്കെങ്ങനെ അറിയാം? ആ, അവ ഞാനെന്തൊരു വിട്ടിയാന്ന് ആലോചിക്കുക. സത്യത്തിൽ മണ്ണെണ്ണ വാങ്ങിക്കാനല്ല ഞാൻ വന്നത്. അടച്ചു പോയെന്ന് പറഞ്ഞത് പലചരക്കടയാ. അരിയില്ലാതെ ചോറുണ്ടാക്കാൻ പറ്റുമോ? ഞാൻ അവനോട് 1000 തവണ പറഞ്ഞതാ. ഇവിടെ അരിയുണ്ടോ? രാവിലെ കട തുറന്ന ഉടനെ തിരിച്ചു തരാ. എടുത്തു കൊടുക്കും മോളെ. ഞാനെന്തൊരു വിട്ടിയാന്ന് ആലോചിക്കുക. അപ്പോ മണ്ണെണ്ണ വേണ്ടല്ലോ? വേണ്ട, അല്ലെങ്കിൽ വേണ്ട. തന്ന സ്ഥിതിക്ക് തിരിച്ചു തരുന്നത് ശരിയല്ലല്ലോ. എത്ര കമ്പനികൾ, എന്തെല്ലാം ജോലികൾ. നമുക്ക് സിനിമയിലോ മറ്റോ ഒന്ന് ട്രൈ ചെയ്താലോ? ഞാൻ ഇത്തിരി സുന്ദരനായതുകൊണ്ട് എനിക്ക് ചിലപ്പോ ചാൻസ് കിട്ടും. പക്ഷെ നിന്റെ കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. സിനിമ ചേരണം. എന്താ ചിരിക്കുന്നത്? അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടായി. ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞു. അതെ, അതാ എനിക്ക് ചിരി വന്നത്. എന്നെ വാശി പിടിപ്പിച്ചാലുണ്ടല്ലോ ഞാനൊരു തെണ്ടലങ്ങ് കിടക്കും. ഏതെങ്കിലും വിവരം കേട്ടവനൊരു ചാൻസ് തന്നാലേ പിന്നെ നിനക്ക് എന്നെ കാണണമെങ്കിൽ എന്റെ സെക്രട്ടറിയുടെ സമ്മതം വേണ്ടി വരും. അങ്ങനെ എങ്ങാനൊരു സ്ഥിതി വന്നാല് അപ്പൊ ഞാൻ തൂങ്ങിച്ചാവും. എങ്കിൽ നീ തൂങ്ങിച്ചാവാൻ ഒരുങ്ങിക്കോ. ഇന്ന് മുതൽ ഞാൻ ശ്രമം തുടങ്ങാൻ പോവുകയാണ്. എന്നാ പിന്നെ നീ നടന്നോ. എന്ത് പട്ടിണി കിടന്നാലും നിനക്ക് ഇപ്പോഴും പഴയ സ്വഭാവം തന്നെ. എടാ, ഇന്നലെ രാത്രി വെട്ടി വിഴുങ്ങിയത് അവള് തന്ന അരിയാ. ഞാൻ ആ കുട്ടിയോട് താങ്ക്സ് പറഞ്ഞിട്ട് വരാം. എന്ത് പണ്ടാരെങ്കിലും ചെയ്യ്. ശേഷം ഭാഗം സ്ക്രീനിൽ. പോടാ. കൂട്ടുകാരൻ എങ്ങോട്ടാ? കടയടയ്ക്കുന്നതിന് മുൻപ് മണ്ണെണ്ണ അരിയൊക്കെ വാങ്ങാൻ പറഞ്ഞില്ലേ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. മുഖവരി വേണ്ട. അതെ, ഇത്രയും പരിചയമായ സ്ഥിതിക്ക് അതിന്റെ ആവശ്യമില്ല. പിന്നെ ഇവിടെ ഒരു ജോലി കിട്ടാൻ ഏത് വഴിക്ക് നീങ്ങണം? ആ വഴിക്ക്. ആള് വലിയ തമാശക്കാരിയാണല്ലോ. ആദ്യം കണ്ടപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കണ്ട ഉടനെയുള്ള തമാശയെല്ലാം പറഞ്ഞു തീർക്കണ്ടെന്ന് കരുതിയാ. അപ്പോ ഞാൻ പറഞ്ഞ കാര്യം? എന്ത് കാര്യം? ജോലി കിട്ടാൻ കുട്ടിക്ക് എന്നെ എവിടെയെങ്കിലും ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഈ ബികോം ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട്. സത്യത്തിൽ നിങ്ങൾ കോളേജിൽ പഠിച്ചിട്ടുണ്ടോ? എന്തേ? അല്ല, ഒരു ആത്മവിശ്വാസം ഇല്ലാത്ത പോലെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ ബികോം ഫസ്റ്റ് ക്ലാസിന്റെ കാര്യം. അയ്യോ, എന്റെ അച്ഛനാണ് സത്യം. ഞാൻ ബികോം ഫസ്റ്റ് ക്ലാസ്സാ. சார், எக்ஸ்கியூஸ் மீ, அந்த மலையாளம் ஃபிலிம் டைரக்டர் ஐவிசி சார் வீடங்க? அங்க.
അല്ല, ആരായത്? സിനിമയെ കാണുന്നത് പോലെ തന്നെ ഉണ്ട്. നിങ്ങൾ ആരാണ്? ഞാൻ സീമ ചേച്ചിയുടെ ഒരു ആരാധകനാണ്. അവളുടെ രാവുകൾ ഞാൻ 17 പ്രാവശ്യം കണ്ടു. അതുപോലെ ആരൂഢം, വാർത്ത, അനുബന്ധം, ഇതിലൊക്കെ സീമ ചേച്ചിയുടെ അഭിനയം മനോഹരമായിരുന്നു. അതുകൊണ്ട് ശശി സാറില്ലേ? എന്താ വിശേഷം? അത് സിനിമയിൽ അഭിനയിക്കാൻ. മുൻപ് അഭിനയിച്ചിട്ടുണ്ടോ? അഭിനയിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഈ അടുത്ത കാലത്ത് ഒരു അറബിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സിനിമയിലോ? സിനിമയിലല്ല, ജീവിതത്തില്. അല്ല, നാടകത്തില്. നാടകത്തിലും ജീവിതത്തിലും ഒക്കെ തുടർന്ന് അഭിനയിച്ചാ പോരെ? ഒന്ന് ശശി സാറിനോട് പറയോ? അത് എവിടെയുണ്ട്? ശശിയേട്ടൻ ഭരണിയില്ല. ഭരണിയില്ല? ഭരണി സ്റ്റുഡിയോയില്. കൊല നടത്തിയതിനു ശേഷം പിസ്റ്റൽ ഉപേക്ഷിച്ച് പോകത്തക്ക വിധം ബുദ്ധിയില്ലാത്തവനാണ് ഘാതകനെന്ന് തോന്നുന്നില്ല. അസീസുമായി ഒരു മൽപ്പിടുത്തം നടത്തി. ആ മൂവ്മെന്റ് ഒന്നുകൂടെ സ്ലോ ചെയ്യണം. ഞാൻ ടൈറ്റായിട്ട് ഫോളോ ചെയ്യാം. ഓക്കെ, ക്യാമറ ജയറാം, ട്രോൾ ഞാൻ പറയാം. ശരി സർ. സോമൻ, ഞാൻ സൂം ബാക്ക് ചെയ്യും. സാർ, ജയറാം, ഇൻസ്പെക്ടർ ഇൻക്ലൂഡ് ആകുമ്പോൾ വൈഡ് ചെയ്യണം. ഓക്കെ സാർ. സാർ, ഞാൻ വീട്ടിൽ പോയിരുന്നു. സോമൻ, ഒരു റിഹേഴ്സൽ ഞാൻ വേണമെന്നില്ല. വി വിൽ ഗോ ഫോർ എ ടേക്ക്. സീമ ചേച്ചിയാ പറഞ്ഞത് സാർ ഇവിടെ ഉണ്ടെന്ന്. എന്ത് വേണം? അഭിനയിക്കാൻ ഒരു ചെറിയ ചാൻസ്. അങ്ങോട്ട് മാറി. ഞാൻ നന്നായിട്ട് അഭിനയിക്കും സാർ. അഭിനയിച്ചോ? എന്ത് റോളാണ് സാർ? സച്ചി, സാർ നോക്കാം. ഒന്ന് മാറോ സാർ. പുതുമുഖങ്ങളെ അവഗണിക്കരുത്. വരുന്ന കാലത്ത് എല്ലാവരും പുതുമുഖങ്ങളായിരുന്നല്ലോ. ഗായത്രിയിൽ വരുമ്പോ സോമേട്ടനും ഒരു പുതുമുഖമായിരുന്നല്ലോ. ഒന്ന് പറഞ്ഞു കൊടുക്ക് സാർ. സമ്മതിച്ചു. ഞങ്ങൾ ഒന്ന് എടുത്തോട്ട്. കൊല നടത്തിയതിനു ശേഷം പിസ്റ്റൽ ഉപേക്ഷിച്ച് പോകത്തക്ക വിധം ബുദ്ധിയില്ലാത്തവനാണ് എന്തായത്? മാറ്റ്. സാർ, 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 മതിയായി സാർ, മതിയായി. എവിടെ കണ്ടാലും വെടിവെക്കാനാണ് പോലീസിന്റെ ഉത്തരവ്. ആരെ വെടിവെക്കാൻ? എന്നെ തന്നെ. സൈഡിൽ ഒരുവൻ പിസ്റ്റളുമായി എന്റെ പുറകെ ഓടി. ഇത്രയും കാലം ഞാൻ സാറിന് വേണ്ടി പണിയെടുത്തിട്ട് എന്നെ കൊണ്ട് വയ്യ. വർഗീസേ, ഈ ഒരവസ്ഥയെ വർഗീസും കൂടെ എന്നെ ഉപേക്ഷിച്ചു പോയാൽ. ഗോവയെന്ന് പെരേര വിളിച്ചിരുന്നു. നമ്മൾ ഇന്ന് വരെ ചെയ്തിട്ടുള്ള വെച്ച് ഏറ്റവും വലിയ ബിസിനസ്സിനുള്ള ഓഫറുണ്ട്. വർഗീസ് കാരണം അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. എത്രയും പെട്ടെന്ന് കഴിയുന്നിടത്തോളം ചരക്കെത്തണം. പെരേരയുടെ ഓഫർ കളയുന്നത് ബുദ്ധിയല്ല. നമ്മുടെ ബിസിനസ് കേന്ദ്രമായിരുന്ന ഹോട്ടലോ മരുത്തി, ഓഫീസിലും എത്തി. ഇനി എവിടെയാണ് നമ്മൾ ചരക്ക് സൂക്ഷിക്കുക? ഒരു പ്രാവശ്യത്തേക്ക് ഇവിടെ വെച്ച് നമുക്ക് ഡീൽ ചെയ്യാം. ബാലേട്ടാ, ശകുനം മുടക്കി നീ എന്നെ കൊല്ലാറിങ്ങിരിക്കുക. എന്താ ബാലേട്ട ഈ പറയുന്നത്? ഞാൻ ബാലേട്ടന്റെ വീട്ടിലേക്ക് വരികയായിരുന്നു. വിരോധമില്ല. ഇവിടുന്ന് നേരെ പോയി ഇടത്തോട്ട് തിരിഞ്ഞ 7ാമത്തെ വീടാ. വീട് കാണാനല്ല, എനിക്ക് ബാലേട്ടനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. അന്നത്തെ അടിയുടെ വേദന ഇതുവരെ മാറിയിട്ടില്ല. എന്റെ പൊന്നു ദാസാ, ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. ഇനിയും നീ എന്നെ തല്ലു കൊള്ളിക്കരുത്. 2 മക്കളുള്ള ഒരു തന്തയുടെ അപേക്ഷയാണ് മോനെ. ബാലേട്ട, ബാലേട്ടനെ തല്ലു കൊള്ളിച്ചിട്ട് എനിക്ക് എന്ത് ലാഭം? അതെന്താ ബാലേട്ടൻ മനസ്സിലാക്കാത്തത്? മനസ്സിലാക്കിയെടുത്തോളം മതിയടോ. പോരാ, ജോലി തിരിച്ചെടുക്കാൻ ഞാൻ മുതലാളിയോട് പറയില്ല. പിരിച്ചുവിട്ടതിന് കാരണം എന്തെങ്കിലും കാണുമല്ലോ. ഒരു കാരണവുമില്ല. സത്യം പറയട്ടെ ബാലേട്ട, പട്ടിണിയിലാണ്. മുഴുപട്ടിണി. കണ്ണില്ലാത്തവനും കുഷ്ഠരോഗികൾക്കൊക്കെ പിച്ചെടുത്ത് ജീവിക്കാം. പുതിയ പുരയ്ക്കൽ നാരായണൻകുട്ടി നാരായണ മകന് തണ്ടും തടിയും ഉണ്ടായിപ്പോയി. അതുകൊണ്ട് ഇറക്കാനും വയ്യ.
ദാസ വല്ലതും വാങ്ങിച്ചു കഴിച്ചോ? കാശ് ചോദിക്കാനല്ല ഞാൻ വന്നത്, ജോലിയുടെ. ഇനി അയാളുടെ അടുത്ത് പോകാൻ വയ്യ, നമുക്ക് വേറെ എന്തെങ്കിലും അന്വേഷിക്കാം. നീ ഇത് വാങ്ങ. വേണ്ട വേലട്ട, ഞാനല്ലേ തരുന്നത്. ഇപ്പൊ വേണ്ട, അത്യാവശ്യം വരികയാണെങ്കിൽ ഞാൻ പിന്നെ വന്ന് വാങ്ങിച്ചോളാം. പകലൊന്നും കണ്ടില്ല നമ്മ പറഞ്ഞു. തകൃതിയായ തൊഴിലന്വേഷണമായിരിക്കും. ഏയ് അങ്ങനൊന്നുമില്ല. എവിടെ മറ്റേ പാർട്ടി? 2 ദിവസമായിട്ട് ഇങ്ങോട്ട് കാണാറില്ല. എന്നിട്ട് അന്വേഷിച്ചില്ലേ? കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ, എന്തെങ്കിലും ജോലി ഒത്തു കിട്ടി കാണും. അപ്പോ വല്ലതും വെച്ചുണ്ടാക്കി കഴിക്കണമെങ്കിൽ എല്ലാം തന്നെത്താൻ ചെയ്യേണ്ടി വരുമല്ലോ. ആ, അതാ ഇപ്പോ ആകെയുള്ള ഒരു ബുദ്ധിമുട്ട്. പോസ്റ്റ്മാൻ വന്നപ്പോ അമ്മ വാങ്ങി വെച്ചതാ. കുടിലിൽ താമസിക്കുന്ന കുറെ പേര് വെങ്കടേശന് ഭയന്ന് ഒഴിഞ്ഞു പോയത്രേ. ആ, കത്തെവിടുന്ന? ഏ? എന്തുണ്ടായി? ഏയ് ഒന്നുമില്ല, ഒരു ചെറിയ വിശേഷം. എന്റെ അമ്മ മരിച്ചുപോയി. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ആരെങ്കിലും കത്തയക്കുമോ? ശവോടൊക്കെ കഴിഞ്ഞിട്ട് എത്തിയാൽ മതിയെന്നാണോ? പാവം കുട്ടി എത്ര വിഷമിക്കുന്നുണ്ടാവും. സ്വന്തം അമ്മയല്ലേ. അയാളുടെ കയ്യിൽ കാശൊന്നും ഇല്ലെന്നാ തോന്നുന്നത്. ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും ആരുമില്ല. എന്റേല് കുറച്ച് രൂപയുണ്ടമ്മേ. അയാൾക്ക് ചിലപ്പോ നാട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ. ശരിയാ, അതിന്റെ എവിടുന്നാ കാശ്? മോൾ അതങ്ങ് എടുത്തു കൊടുത്തേക്ക്. അമ്മയും വാ. വയ്യ മോളെ, എനിക്ക് ആ കുട്ടിയെ കാണാൻ വയ്യ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ അമ്മേ? അയാൾക്കൊരു ആശ്വാസമാവട്ടെ. ശരി, മോൾ അതിങ്ങ് എടുത്തോണ്ട് വാ. നാട്ടിൽ പോവാൻ കാശില്ലെന്നോർത്ത് മോൻ വിഷമിക്കണ്ട. ദാസം പുറപ്പെട്ടോളൂ. എല്ലാം കഴിഞ്ഞിട്ട് 3-4 ദിവസമായി. അവിടെ ഇനി ആരെയും കാണാനില്ല. എന്നാലും വീട്ടുകാര്? എനിക്ക് വീടും വീട്ടുകാരൊന്നുമില്ല. എന്താ ഇരുട്ടത്തിരിക്കുന്നത്? അമ്മ പറഞ്ഞു എന്തേലും കഴിക്കാൻ. വരൂ. എനിക്ക് തീരെ വിശപ്പ് തോന്നുന്നില്ല. അമ്മ പറഞ്ഞു കഴിക്കാതെ പറ്റില്ലെന്ന് പറയാൻ. വന്നേ, എനിക്ക് പാത്രം കൊണ്ടുപോകണം. നിങ്ങൾക്ക് ഞാനൊരു ബുദ്ധിമുട്ടായി അല്ലേ? ഏതർത്ഥത്തിൽ? ഇപ്പൊ ഒരു നേരം ഭക്ഷണം കൊണ്ടുവന്നാണോ ഉദ്ദേശിക്കുന്നത്? ഓ, ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. ഞങ്ങൾ അത്രയ്ക്കങ്ങ് മനുഷ്യത്വം ഇല്ലാത്തവരല്ല കേട്ടോ. അയ്യോ അതല്ല. എന്നാ കഴിച്ചേ. നാട്ടിൽ പോയി അമ്മയെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരണമെന്ന് വിചാരിച്ചിരുന്നതാ. ഇനിയിപ്പോ അതൊക്കെ ആലോചിച്ച് വിഷമിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ.
ഞാനൊരു നല്ല നിലയിൽ എത്തിക്കാണാൻ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു. എന്ത് ചെയ്യാൻ, തലയിലെ വര ശരിയായില്ല. ഞങ്ങളുടെ ഒരു അകന്ന ബന്ധത്തിൽപ്പെട്ട വീട്ടിലായിരുന്ന അമ്മ. ഉടനെ വിവരം അറിയിക്കാൻ അവർക്കെന്റെ മേൽവിലാസം അറിയില്ലായിരുന്നു. അമ്മയുടെ ഇരുമ്പ് പെട്ടിക്കടിയിൽ നിന്ന് 2 ദിവസം മുമ്പാണത്രേ ഈ അഡ്രസ്സ് കിട്ടിയത്. ഒന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ. എല്ലാ ദുരന്തങ്ങളും കണ്ടു നിൽക്കാനുള്ള കഴിവേ നമുക്കൊക്കെ ഉള്ളൂ. എന്റെ അച്ഛൻ ഒരു ആക്സിഡന്റിലാണ് മരിച്ചത്. ഡ്രൈവറായിരുന്നു. കാലത്ത് എന്റെ കയ്യിൽ നിന്ന് ചോറുപതിയും വാങ്ങിച്ചു പോയതാ. രാത്രി നേരത്തെ വന്നിട്ട് ഒരു സിനിമ കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. 11 മണിയായിട്ടും ആളെ കണ്ടില്ല. പിന്നെ പഠിക്കൽ ഒരു ആംബുലൻസ് വാനാ വന്നു നിന്നത്. എത്രയോ ദിവസം കഴിഞ്ഞിട്ടും എനിക്കതൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോ രാധയെന്ന് വിളിച്ചോണ്ട് അച്ഛൻ വരാന്തയിൽ ഇരിപ്പുണ്ടാവുമെന്ന് വെറുതെ ആഗ്രഹിക്കും. കുറെ കഴിഞ്ഞപ്പോ മറക്കാൻ ശ്രമിച്ചു. മറന്നല്ലേ പറ്റൂ. സോറി, ഈ നേരത്ത് ഇതൊന്നും പറയാൻ പാടില്ലായിരുന്നു. എങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടത് എന്നറിയാത്തോണ്ട് പറഞ്ഞു പോയതാണ്. എങ്ങോട്ടാ രാവിലെ തന്നെ? എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാതെ നിൽക്കുക. വാതില് പൂട്ടിയിരിക്കുന്ന കണ്ടു. നേരത്തെ ഇറങ്ങിയല്ലേ? ഉവ്വ്. അതിനകത്തിരുന്നിട്ട് വല്ലാത്ത വീർപ്പുമുട്ടൽ. ചായ ഉണ്ടാക്കിയിട്ട് വിളിക്കാന്ന് വെച്ചപ്പോ ആളില്ല. അതുകൊണ്ട് കൂടിയാ ഇങ്ങി പോകുന്നത്. എങ്കിലത് വളരെ ബോറായിപ്പോയെന്ന് ഞാൻ പറയും. സത്യം പറയാലോ, ഇന്നുവരെ എന്നെ പരിചയപ്പെടുന്നവർക്കൊക്കെ ഞാനൊരു ഭാരമായിരുന്നിട്ടേ ഉള്ളൂ. അത് പരിചയപ്പെട്ടവരോട് തീരുമാനിക്കേണ്ട കാര്യമാണ്. ആയിരിക്കാം. ആയിരിക്കാമെന്നല്ല, ആണ്. എങ്കിലങ്ങനെ. ഒരുപാട് കോംപ്ലക്സുകളുണ്ട് അല്ലേ? ഇല്ല, ഒന്നേ ഒന്ന് മാത്രം. ഇൻഫീരിയർ. ഇൻഫീരിയർ ടു എവരിബഡി. സത്യത്തിൽ കോംപ്ലക്സ് അല്ലത്, വെറും പരമാർത്ഥം. ആർക്കു വേണ്ടി ഞാനിനി ജീവിക്കണം, എന്തിനു വേണ്ടി ജീവിക്കണം അറിയില്ല. ആ ഒരവസ്ഥ വല്ലാത്ത ഒന്നാണ്. രാധയ്ക്ക് അത് പൂർണ്ണമായി മനസ്സിലാവുന്നുണ്ടോ എന്നെനിക്കറിയില്ല. വ്യക്തിപരമായി ഒരു ലക്ഷ്യവും ഇല്ലാതിരുന്നതാണ് ഇതിനൊക്കെ കാരണം. അത് പറയരുത്. എനിക്കുണ്ടായിരുന്ന ലക്ഷ്യം എൻ്റെ അമ്മയുടെ സന്തോഷമായിരുന്നു. അത് സാധിച്ചെടുത്തു. ഇനിയൊന്നും ബാക്കിയില്ല. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആ കുഴപ്പം. ഞാൻ വെറുതെ പറയുകയല്ല. തനിച്ചാന്ന് കരുതുന്ന എന്തിനാ? ഞങ്ങളൊക്കെ ഇല്ലേ? എന്നോട് അടുക്കുന്നവർക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ല.